അല്ലാണ്ട് ഉമ്മാനെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നു? ഇപ്പൊ ഞാൻ പറഞ്ഞാണ് കുറ്റം. ഭ്രാന്ത് എന്ന് പറയണ്ട പിന്നെ എന്തെന്ന് വിളിക്കുക? ഇനിയിപ്പോ ഞാൻ വന്ന് കണ്ടു, ഇനി അവള് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താവും പ്രശ്നം? ഇത് എത്രാമത്തെ പ്രാവശ്യം ഞാൻ പറയണത്? ഇത് ഒന്ന് രണ്ട് പ്രാവശ്യമാണ് നീ പറയണത് ഇങ്ങനെ കാണിക്കുന്നത്. നീ പറഞ്ഞിട്ട് ആന്ന് പറഞ്ഞിട്ട് പോവും. പിന്നെ ഉമ്മാനെ അവിടെ ബാഗിലടിച്ചിട്ട് പൂട്ടിയില്ല, ഒന്നും ചെയ്യില്ല. അത് ബാഗ് തുറന്ന് ഇങ്ങോട്ട് വരും. നീ ഒക്കെ പോയതിന് ശേഷമാണ് ഇത് വന്നിട്ട് ഓരോ കോലങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ? നീ ഉണ്ടാകുമ്പോഴേക്ക് വിളിച്ച് പറയാൻ പറ്റുള്ളൂ. അതിനെന്തെങ്കിലും എവിടെയും കൊണ്ട് ആക്കി പിടിക്കുക, എന്തെങ്കിലും ചെയ്യ്. ഇത് മനുഷ്യരുടെ തൊഴിലും കഴിഞ്ഞാൽ അടുത്ത വീട്ടുകാരും ജീവിച്ചിട്ടുണ്ട് അവിടെ. വെറുതെ ഓരോന്നോരോന്ന് പറയുക, എന്നിട്ട് അവൻ വന്നിട്ട് ഇവിടെ മെക്കിട്ട് കയറാൻ വരിക, നമ്മുടെ മെക്കിട്ട് കയറാൻ വേണ്ടി വരിക. കാണിച്ചു കൂട്ടണമൊന്നും ഇതൊന്നുമല്ല അല്ലേ? ഇനിയിപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനിയിപ്പോൾ വീട്ടിൽ അതിലൊക്കെ ഞാൻ പ്രശ്നം ഉണ്ടാക്കേണ്ട വെച്ചാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന മര്യാദയ്ക്ക് ഞാൻ പറയണത്. ഒന്ന് രണ്ടോട്ടം ഞാൻ പറയണത്. ഇനി ഞാൻ ഒന്നും പറയില്ല. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം ചെയ്യാൻ. എന്തിനൊക്കെ ഇങ്ങനെയൊക്കെ പറയണത്? നമ്മളൊന്നിനും അയൽവാസികളല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴും നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴും ആദ്യം ഓടിയെത്തുന്നത് അയൽവാസികളല്ലേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ പറഞ്ഞല്ലേ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ സാധനം വാങ്ങിത്തരാം, അത് ഞാൻ കഴുകിത്തരാം. അതിന് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടാ. എൻ്റെ ഉമ്മാനെ കളയണോ വേണ്ടെന്നൊന്നും ഇപ്പം നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതേ, അതൊക്കെ ഞാൻ തീരുമാനിച്ചോണ്ട് നിങ്ങൾ വരാണ്ടിരുന്നാൽ പോരെ. അത് നിങ്ങൾ ഇത്രമാത്രം സംസാരിക്കണമെന്ന് വേണ്ട. എൻ്റെ ഉമ്മക്ക്